Theorem 2.12. Any linearly independent list of vectors in a finite dimensional vector space can be extended to a basis of the vector space. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു ഒരു സ്പാനിങ് ലിസ്റ്റിനെ ഒരു ബേസിസ് ആക്കി എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും എന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, സപ്പോസ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ, അത് ഗിവൺ കാര്യമാണ്. ആൻഡ് നമ്മൾ എടുക്കുന്നു ഒരു V1 V2 എക്സെട്ര VM, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് എടുക്കുന്നു. V1 ടു എക്സ്റ്റെൻഡ് V1 V2 എക്സെട്ര VM ടു എ ബേസിസ് ഓഫ് ക്യാപിറ്റൽ V. അപ്പോൾ V1 V2 എക്സെട്ര VMനെ നമുക്ക് ക്യാപിറ്റൽ ബിയുടെ ബേസിസ് ആക്കി എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി വി ഡു ദിസ് ത്രൂ ദ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വി ഗെറ്റ് W1 W2 എക്സെട്ര WNB എനി ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ V ദാറ്റ് സ്പാൻസ് V. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു സ്പാനിങ് ലിസ്റ്റ് അതിന് എടുക്കാൻ പറ്റും. ഫൈനൈറ്റ് ഡയമെൻഷൻ ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ ആ സ്പാനിങ് ലിസ്റ്റാണ് ഈ W1 W2 എക്സെട്ര WN. B എനി ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ V ദാറ്റ് സ്പാൻസ് V. ഓക്കെ, സ്റ്റെപ്പ് 1 പറയുന്നത് എന്താണ്? ഇപ്പോൾ ആദ്യത്തെ W1 നമ്മൾ നോക്കുന്നു. ഇഫ് W1 ഈസ് ഇൻ ദി സ്പാൻ ഓഫ് V1 V2 എക്സെട്ര VM ലെറ്റ് ക്യാപിറ്റൽ B ഈക്വൽ ടു V1 V2 എക്സെട്ര VM. ഇപ്പോൾ W1 നമ്മൾ എടുത്തിട്ട് അത് ഈ V1 V2 എക്സെട്ര VMൻ്റെ സ്പാനിലുണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ലിസ്റ്റിനെ എടുത്ത് B എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇല്ല എങ്കിൽ W1 ഈസ് നോട്ട് ഇൻ ദി സ്പാൻ, അങ്ങനെയാണെങ്കിൽ ഈ W1നെയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അതിനെ നമ്മൾ B എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? W2 എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് നോക്കും, അതായത് ഇതിൻ്റെ സ്പാനിലുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യരുത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഈ ലിസ്റ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോവും. നമുക്കൊരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം വേണം, നമ്മൾ ബേസിസാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്പാനിലുണ്ടെങ്കിൽ അതിനെ വേണ്ട, ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരാളെ മതി ഇതിൻ്റെ കൂടെ അല്ലേ. അപ്പോൾ W2 എടുക്കുമ്പം സ്പാനിലുണ്ടെങ്കിൽ വേണ്ട, സ്പാനിലില്ലെങ്കിൽ വേണം. ഇങ്ങനെ പോയിട്ട് സ്റ്റെപ്പ് ജെയിലെത്തി. ഇഫ് WJ ഈസ് ഇൻ ദി സ്പാൻ ഓഫ് V ലീവ് V അൺചേഞ്ച്ഡ്. സ്പാനിലുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇഫ് WJ ഈസ് നോട്ട് ഇൻ ദ സ്പാൻ ഓഫ് V എക്സ്റ്റെൻഡ് B ബൈ അഡ്ജോയിങ് WJ ടു ഇറ്റ്. സ്പാനിലില്ല എങ്കിൽ അതിനെയും കൂടെ ആഡ് ചെയ്യണം. ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് B ഈസ് സ്റ്റിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ പ്രാവശ്യം സ്പാനിലില്ലാത്ത ആൾക്കാരെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം കിട്ടുന്ന ലിസ്റ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ബിക്കോസ് അതർവൈസ് ദ ലീനിയർ ഡിപ്പെൻഡൻസ് ലെമ്മ വുഡ് ഗീവ് എ കോൺട്രഡിക്ഷൻ. കാരണം ലീനിയർ എന്താണ് സ്പാനിലില്ല എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഓരോ പ്രാവശ്യം എടുക്കുന്നതും സ്പാനിലില്ലെങ്കിൽ ലീനിയർ ഡിപ്പെൻഡൻസ് ലെമ്മ വെച്ചിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് വെച്ച് സ്പാനിൽ വരുന്ന ഒരു വെക്ടർ നമുക്ക് കിട്ടും. അതാണ് ലീനിയർ ഡിപ്പെൻഡൻസ് ലെമ്മ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു വെക്ടറും പുതിയതായിട്ട് എടുക്കുന്ന ഒരു വെക്ടറും തൊട്ട് മുമ്പുള്ളതിൻ്റെ സ്പാനിലില്ല. അതുകൊണ്ട് ബൈ ലീനിയർ ഡിപ്പെൻഡൻസ് ലെമ്മ അത് ലീനിയർലി ഇൻഡിപെൻഡൻസ് ലിസ്റ്റാണ്. ആഫ്റ്റർ സ്റ്റെപ്പ് N, ഇപ്പോൾ WN വരെയായി നോക്കി വന്നിട്ട് WN വരെ ആയിട്ട് നമ്മൾ നോക്കുന്നു WNയിലുണ്ടോ, ഉണ്ടെങ്കിൽ സ്പാനിലുണ്ടോ എങ്കിൽ വേണ്ട, സ്പാനിലില്ലെങ്കിൽ വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം WN വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് വെച്ചിട്ട് W1 W2 എക്സെട്ര WNനെ സ്പാൻ ചെയ്യാൻ കഴിയുന്ന ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W1 സ്പാനിലില്ലെങ്കിൽ നമ്മൾ W1 എടുക്കും, സ്പാനിലുണ്ടെങ്കിൽ W1 വേണ്ട. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തിന് W1 W2 എക്സെട്ര WNനെ ഒന്നിൽ അതിനകത്ത് കാണും, അല്ലെങ്കിൽ അതുകൊണ്ട് സ്പാൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തു വരുന്നത്. അപ്പോൾ ദസ് B ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ സ്റ്റെപ്പ് N സ്പാൻസ് V ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ്. അപ്പോൾ W1 W2 എക്സെട്ര WN കൊണ്ട് സ്പാൻ ചെയ്യുന്നതാണ് നമ്മുടെ V. ഇപ്പോൾ ഈ W1 W2 എക്സെട്ര WNനെ സ്പാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇതിന് Vനെയും സ്പാൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്, സ്പാനും ചെയ്യുന്നു. അപ്പോൾ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെ അത് ബേസിസായി മാറും.
അടുത്ത പ്രൊപ്പോസിഷൻ 2.30. സപ്പോസ് ക്യാപിറ്റൽ വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആൻഡ് യു ഈസ് എ സബ്സ്പേസ് ഓഫ് ക്യാപിറ്റൽ വി. വി എന്ന് പറയുന്ന ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്, യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണ്. ദെൻ ദെയർ ഈസ് എ സബ്സ്പേസ് ഡബ്ല്യു ഓഫ് വി സച്ച് ദാറ്റ് വി ഈസ് ഈക്വൽ ടു യു ഡയറക്ഷൻ ഡബ്ല്യു. ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് എടുത്തു, അതിൻ്റെ സബ്സ്പേസ് ആണ് യു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സബ്സ്പേസ് ഡബ്ല്യു കിട്ടും, സച്ച് ദാറ്റ് വി ഈസ് ഈക്വൽ ടു യു ഡയറക്ഷൻ ഡബ്ല്യു എന്നാണ് പ്രൊപ്പോസിഷൻ പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊപ്പോസിഷനുകളാണ്, പിന്നീടുള്ള മോഡ്യൂളുകളിൽ നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ബിക്കോസ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ സോ ഈസ് യു. അത് നമ്മൾ പഠിച്ചല്ലോ, വി ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണെങ്കിൽ അതിൻ്റെ സബ്സ്പേസും ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിരിക്കും. ദസ് ദെയർ ഈസ് എ ബേസിസ് യു ആൻഡ് യു ടച്ച് യു എം ഓഫ് യു ഉണ്ടല്ലോ, തിയറം 2.11 പറയുന്ന പ്രകാരം. ഓഫ് കോഴ്സ് യു ആൻഡ് യു ടച്ച് യു എം ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി ആൻഡ് thus it can be extended to a basis u1 u touched um, w1 w touched wn of capital V. u1 u touched um എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നമ്മൾ എടുക്കുന്നത് എന്താ, ഈ സബ്സ്പേസ് ആയ യുവിൻ്റെ ബേസിസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് ബേസിസ് ആയതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ എവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ്? ക്യാപിറ്റൽ വിയിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ മുമ്പ് പഠിച്ച തിയറം പ്രകാരം ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊരു ബേസിസ് ആക്കി മാറ്റാം. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് വെക്ടേഴ്സ് വരുമല്ലോ, അപ്പോൾ അതിനെ നമ്മൾ ഡബ്ല്യു ഡബ്ല്യു വെച്ചിട്ട് ഡബ്ല്യു എൻ എന്ന് വിളിക്കുന്നു, ഓഫ് ക്യാപിറ്റൽ വി ഫ്രം തിയറം 2.12. ലെറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു സ്പാൻ ഓഫ് w1 w വെച്ചിട്ട് ഡബ്ല്യു എൻ. അപ്പം ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാൻ ഓഫ് w1 w വെച്ചിട്ട് ഡബ്ല്യു എൻ എന്ന് ഡിഫൈൻ ചെയ്തു. ടു പ്രൂവ് ദാറ്റ് capital V is equal to u direction w, we need to show that capital V equal to u plus w and u intersection w equal to set 0. അപ്പോൾ നമുക്ക് v is equal to u direction w എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് v is equal to u plus w എന്നും അതേപോലെ തന്നെ u intersection w equal to 0 എന്നും കാണിക്കും. ഫ്രം 1.9 റെഫർ ചെയ്ത് നോക്കുക. ടു പ്രൂവ് ദ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് ബേസിക്കലി യു പ്ലസ് ഡബ്ല്യു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, സപ്പോസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ വിയിലെ ഏതൊരു വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യുവിലെ എലമെൻറ്റ് പ്ലസ് ഡബ്ല്യൂയിലെ എലമെൻ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഒരു സ്മോൾ വി എടുക്കുന്നു, ദെൻ ബിക്കോസ് ദ ലിസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് വിനെ സ്പാൻ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ദെയർ എക്സിസ്റ്റ് സ്കെയിലേഴ്സ് a1 വെച്ചിട്ട് am, b1 b2 വെച്ചിട്ട് bn ബിലോങ്സ് ടു സച്ച് ദാറ്റ് സ്പാൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇവയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് സ്മോൾ വിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. സച്ച് ദാറ്റ് സ്മോൾ വി ആണ് ഈക്വൽ ടു a1 un പ്ലസ് എക്സെട്ര പ്ലസ് am un പ്ലസ് b1 w1 പ്ലസ് എക്സെട്ര പ്ലസ് bn w1 എന്നെഴുതാം. പിന്നെ ഇതിനകത്തിൽ ഈ സ്മോൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം നമ്മൾ ഓരോ റെപ്രസെൻറ്റേഷനും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത്, അതെല്ലാം ശ്രദ്ധിക്കണം. ഇനി നോക്കിക്കേ, a1 u1 u2 വെച്ചിട്ട് um എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ യുവിൻ്റെ ബേസിസ് ആണ്. അപ്പോൾ a1 u1 പ്ലസ് a2 u2 പ്ലസ് എക്സെട്ര പ്ലസ് am um എന്ന് പറയുന്നത് ക്യാപിറ്റൽ യുവിലുള്ള എലമെൻറ്റാണ്, കാരണം ബേസിസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം അതിനകത്തല്ലേ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ യുവിലെ എലമെൻറ്റാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. പിന്നുള്ളതോ w1 w2 വെച്ചിട്ട് wn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സ്പാൻ ചെയ്യും, ക്യാപിറ്റൽ ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന എലമെൻറ്റ് ക്യാപിറ്റൽ ഡബ്ല്യൂയിലെ ഒരു എലമെൻറ്റാണ്, അതിനെ നമ്മൾ സ്മോൾ ഡബ്ല്യു ആയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇൻ അതർ വേർഡ്സ് വി ഹാവ് സ്മോൾ വി ഈസ് ഈക്വൽ ടു സ്മോൾ യു പ്ലസ് സ്മോൾ ഡബ്ല്യു, വെയർ സ്മോൾ യു ബിലോങ്സ് ടു ക്യാപിറ്റൽ യു ആൻഡ് സ്മോൾ ഡബ്ല്യു ബിലോങ്സ് ടു ക്യാപിറ്റൽ ഡബ്ല്യു are defined as above. Thus, small v belongs to u plus w, completing the proof that small v is capital V is equal to u plus w. Okay. അപ്പോൾ ഒരു എലമെൻ്റ് എടുത്തു, അതിനെ യുവിലെ എലമെൻറ്റ് പ്ലസ് ഡബ്ല്യൂയിലെ എലമെൻ്റ് എന്ന് എഴുതി. ഇനി അടുത്തത് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ഈക്വൽ ടു 0 എന്ന് കാണിക്കണം. സപ്പോസ് നമ്മൾ സ്മോൾ വി ആണ് എടുക്കുന്നത് കേട്ടോ. സ്മോൾ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ യു ഇൻ്റർസെക്ഷൻ ക്യാപിറ്റൽ ഡബ്ല്യു. ദെൻ there is a scalar a1 to am, b1 b2 to bn belongs to capital such that എന്ത് കിട്ടും, യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യൂയിലുള്ള ഒരു വി എടുക്കുന്നു. അപ്പോൾ സ്കെയിലാർസ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഇന്ന് സ്കെയിലാർ എവിടെ നിന്ന്, ഈ ഫീൽഡിൽ നിന്നുള്ളതാണ്.
such that capital V is equal to A1 U1 plus etc. plus AM UM equal to B1 W1 plus etc. plus BN WN. കാരണം എന്താ, ഇത് യുവിലെയും ക്യാപിറ്റൽ യുവിലെയും എലമെൻ്റാണ് വി, ക്യാപിറ്റൽ ഡബ്ല്യൂയിലെയും എലമെൻ്റാണ്. അപ്പോൾ രണ്ടിനെ സ്പാൻ ചെയ്യുന്ന വെക്ടറുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. A1 U1 പ്ലസ് എക്സെട്രാ പ്ലസ് AM UM എന്നും B1 W1 പ്ലസ് എക്സെട്രാ പ്ലസ് BN WN എന്നും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു സൈഡിൽ കൊണ്ടുവന്നാൽ A1 U1 പ്ലസ് എക്സെട്രാ പ്ലസ് AM UM മൈനസ് B1 W1 മൈനസ് എക്സെട്രാ മൈനസ് BN WN ഈക്വൽ ടു 0. ഓക്കെ, because U1 U2 etc. U1 comma W1 W etc. WN is linearly independent, this implies that A1 equal to A2 equal to etc. AM equal to B1 equal to etc. equal to BN equal to 0. ഇനി U1 U2 etc. UM ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്, കാരണം എന്താണ്, ഇത് നമ്മുടെ ബേസിസ് അല്ലേ, ബേസിസ് ആണ്, ബേസിസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്, ബേസിസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റുകളെല്ലാം എന്താണ്, 0 ആയേ പറ്റുള്ളൂ. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായി മാറും, 0 ആയി മാറും. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്താണ്, 0 ആണ്. ഓക്കെ, അടുത്ത ഡയമെൻഷൻ തിയറം 2.14. എനി ടു ബേസസ് ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷൻ ഓഫ് വെക്ടർ സ്പേസ് ഹാവ് ദി സെയിം ലെങ്ത്. അപ്പോൾ അത് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നതിലുപരി നമ്മളൊരു വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷനുമായിട്ട് വെക്ടർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസിൽ ഉൾപ്പെടുന്നൊരു കാര്യമാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം ഏതൊരു ബേസിസിനും സെയിം ലെങ്ത് ആണെന്ന്, എല്ലാ ബേസിസിലും ഒരേ നമ്പർ ഓഫ് വെക്ടേഴ്സ് ആയിരിക്കും അടങ്ങിയിരിക്കുന്നതെന്നാണ് ഈ തിയറം പറയുന്നത്. പ്രൂഫ് നോക്കാം. സപ്പോസ് വി ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷൻ, സപ്പോസ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷൻ. ഓക്കെ, ലെറ്റ് B1 ആൻഡ് B2 ബി എനി ടു ബേസിസ് ഓഫ് വി. രണ്ട് ബേസിസ് എടുക്കുന്നു, B1 ഉം B2. ദെൻ B1 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇൻ ക്യാപിറ്റൽ വി ആൻഡ് B2 സ്പാൻസ് ക്യാപിറ്റൽ വി. അപ്പോൾ ബി ഫൈനൈറ്റ് ഡയമെൻഷനാണ്, B1 ഉം B2 രണ്ട് ബേസിസ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ B1 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, B2 അപ്പോൾ B1 ഉം B2 ഉം ബേസിസ് ആണ്. അപ്പോൾ ഈ രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്, രണ്ടും സ്പാൻ ചെയ്യും. ഇപ്പം നമ്മൾ ഇൻ പർട്ടിക്കുലർ രണ്ടിൻ്റെ ഓരോ പ്രോപ്പർട്ടി വെച്ച് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ B1 നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സെറ്റായിട്ട് മാത്രം അതിനെ കാണുന്നു, സ്പാൻ ചെയ്യും, ആ പ്രോപ്പർട്ടി ഇപ്പോൾ നോക്കുന്നില്ല. ഓക്കെ, അതുപോലെ B2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ സ്പാൻ ചെയ്യുന്ന പ്രോപ്പർട്ടി മാത്രം നമ്മൾ നോക്കുന്നു. സോ ദ ലെങ്ത് B1 ഈസ് at most the length of B2. ലെങ്ത് B1 എന്ന് പറയുന്ന അറ്റ്മോസ്റ്റ് നമ്മൾ നേരത്തെ 2.6 പഠിച്ചായിരുന്നു. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റിൻ്റെ ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പാൻ ചെയ്യുന്ന ലിസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പഠിച്ചു. അപ്പോൾ B1ൻ്റെ ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2ൻ്റെ ലെങ്ത് ആണ്. ഇനി B1 ഇനി ഈ പറഞ്ഞ പോലെ തിരിച്ച് കൺസിഡർ ചെയ്യുന്നത്, അതായത് B1ൻ്റെ സ്പാനും കൺസിഡർ ചെയ്യണം, ആ പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യണം, B2ൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കൺസിഡർ ചെയ്താൽ ഈ ഇനിക്വാളിറ്റി തിരിഞ്ഞു വരും. അതായത് ലെങ്ത് ഓഫ് B2 ലെസ് ദാൻ ഈക്വൽ ടു ലെങ്ത് ഓഫ് B1 വരും. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. പ്രൂവ് ചെയ്തു, ഇനി അതിൽ നിന്ന് ഡെഫിനിഷൻ കൊണ്ടുവരികയാണ്. ദ ഡയമെൻഷൻ ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ഈസ് ഡിഫൈൻ ടു ബി ദ ലെങ്ത് ഓഫ് എനി ബേസിസ് ഓഫ് ദി വെക്ടർ സ്പേസ്. അപ്പോൾ ഏതൊരു ബേസിസിൻ്റെ ലെങ്ത് ആണ് ഡയമെൻഷൻ. ഓക്കെ, ദ ഡയമെൻഷൻ ഓഫ് ക്യാപിറ്റൽ വി, ഇഫ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ഡയം വി. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് ക്യാപിറ്റൽ വി ഡിനോട്ട് ചെയ്യുന്നത് കണ്ടല്ലോ. എക്സാമ്പിൾ, ഡയമെൻഷൻ ഓഫ് റെസ് ടു n ഈസ് ഈക്വൽ ടു n ആൻഡ് ഡയമെൻഷൻ ഓഫ് PM ഓഫ് F ഡയമെൻഷൻ ഓഫ് റെസ് ടു n ആണ്. PM ഓഫ് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻസ് ഫ്രം ക്യാപിറ്റൽ F ആൻഡ് ഡിഗ്രി അറ്റ്മോസ്റ്റ് M വരുന്നതാണ് PM ഓഫ് F. അതിൻ്റെ ഒരു സ്പാൻ ചെയ്യുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ 1, x സ്ക്വയർ എക്സെട്രാ അപ് ടു x⁻m വരെയാണ്. അതിനകത്ത് m+1 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതേപോലെ F⁻n ഡയമെൻഷൻ അതിനകത്തുള്ള ബേസിസ് എന്ന് പറഞ്ഞാൽ 1 0 0 0 അങ്ങനെയുള്ളത്. പിന്നെ അടുത്തത് സ്റ്റാൻഡേർഡ് ബേസിസ്, ഏതെങ്കിലും ഒരു ബേസിസിൻ്റെ നോക്കിയാൽ മതി. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിസ് നോക്കി കഴിഞ്ഞാൽ 1 0 0 അങ്ങനെ പോകുന്നു, 0 1 0 അങ്ങനെ പോകുന്നു, അങ്ങനെ വന്നിട്ട് 0 0 അവസാനം nth പൊസിഷനിൽ 1 വരുന്നത് വരെയുള്ളത്. ഓക്കെ, അതൊരു ബേസിസാണ്. അപ്പോൾ എൻ്റെ എണ്ണം എത്ര n ആണ്.
Okay. Proposition 2.15. If V is finite dimensional and U is a subspace of V, then dimension U less than or equal to dimension V. V എന്ന് പറയുന്ന ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്, U എന്ന് പറയുന്ന സബ്സ്പേസ് ഓഫ് V ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് U ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V ആയിരിക്കും. സപ്പോസ് ദാറ്റ് V is finite dimensional and U is a subspace of capital V. V ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്, U എന്ന് പറയുന്ന സബ്സ്പേസ് ഓഫ് ക്യാപിറ്റൽ V ആണ്. Any basis of U is a linearly independent list of vectors in capital V and thus can be extended to a basis of V. Hence the length of a basis of U is less than or equal to the length of a basis of V. അപ്പോൾ വളരെ എളുപ്പമാണ്. ഒരു സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിൻ്റെ ആ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സബ്സ്പേസിൻ്റെ ഒരു ബേസിസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റാണല്ലോ. അതെന്ന് പറഞ്ഞാൽ V ക്യാപിറ്റൽ വിയിലും അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ക്യാപിറ്റൽ വിയുടെ ബേസിസ് ആക്കി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ യുവിൻ്റെ ബേസിസ് എൻ്റെ ലെങ്ത് ലെസ് ദാൻ ഓർ വിൻ്റെ ബേസിസിൻ്റെ ലെങ്ത് അല്ലേ? അതെ. അടുത്തത് പ്രൊപ്പോസിഷൻ 2.16. If V is finite dimensional, then every spanning list of vectors in V with length dimension V is a basis of capital V. ഇനി മറ്റൊരു റിസൾട്ട്, ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, ഇതെല്ലാം നെറ്റിന് ഉപകാരപ്പെടുന്നതാണ്, ചോദിക്കുന്നതല്ല, ഉപകാരപ്പെടും. If V is finite dimensional ആണ്, then every spanning list of vectors in V with length dimension V is a basis of capital V എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വെക്ടർ എടുക്കുന്നു. ദെൻ എവരി ഒരു സ്പാൻ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വിത്ത് ലെങ്ത് ഡയമെൻഷൻ V ഇസ് എ ബേസ്. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു സ്പാനിങ് ലിസ്റ്റും അതിൻ്റെ ലെങ്ത് ഡയമെൻഷൻ വിനോട് ഈക്വൽ ആണെങ്കിൽ അത് ബേസിസ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമെൻഷൻ വിയുടെ അത്രയും ലെങ്ത് ഉള്ള ഒരു ലിസ്റ്റ് എടുത്തു അത് സ്പാൻ ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും അത് ബേസിസ് ആയിരിക്കും എന്നാണ്. സപ്പോസ് V is equal to ഡയമെൻഷൻ V n ആണെന്ന് എടുക്കുന്നു ആറ്റ് V1 V2 etc. Vn സ്പാൻസ് V. ഇപ്പോൾ സ്പാൻ ചെയ്താൽ മാത്രം പോരല്ലോ ബേസിസ് ആവാൻ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കൂടെ ആവണ്ടേ. അപ്പം ഇങ്ങനെ ഡയമെൻഷൻ വിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മതി. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെ നമ്മൾ പിന്നീട് പഠിക്കും, ഇപ്പോൾ സ്പാൻ ചെയ്യുന്നതിൻ്റെ പഠിക്കുകയാണ്. ദ ലിസ്റ്റ് V1 V2 etc. Vn ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു എ ബേസിസ് ഓഫ് ക്യാപിറ്റൽ V ബൈ 2.10. കാരണം സ്പാനിങ് ലിസ്റ്റിനെ നമുക്ക് ബേസിസ് ആക്കി മാറ്റാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹവവർ എവരി ബേസിസ് ഓഫ് V ഹാസ് ലെങ്ത് n. അപ്പോൾ ഇതിൻ്റെ ഏതൊരു ബേസിസിൻ്റെ ലെങ്ത് n. അപ്പോൾ സോ ഇൻ ദിസ് കേസ് ദ റിഡക്ഷൻ മസ്റ്റ് ബി ദ ട്രിവിയൽ വൺ, ദാറ്റ് ഇസ് നോ എലമെൻറ്റ്സ് ഡിലീറ്റഡ്. അപ്പോൾ ഇത് വെച്ച് സ്പാൻ ചെയ്യാൻ കഴിയും, പക്ഷേ ഇതിൻ്റെ ലെങ്ത് n ആണ്. അപ്പോൾ ഇതിലും ചെറിയ ഒരു ലിസ്റ്റ് കൊണ്ട് സ്പാൻ ചെയ്യാം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റിയാൽ നമ്മളെങ്ങനെ ബേസിസ് ക്രിയേറ്റ് ചെയ്യുന്നു? സ്പാൻ ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ സ്പാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരെണ്ണം നോക്കുക, സ്പാനിലുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യും, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ n-1 എണ്ണം കൊണ്ട് ഇതിനെ സ്പാൻ ചെയ്യാൻ കഴിയുമെന്ന് കിട്ടും. അത് പക്ഷേ ശരിയല്ലല്ലോ, കാരണം ഇതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ബേസിസിൻ്റെ ലെങ്ത്ത് n ആണ്. അപ്പോൾ അതിൽ താഴെ ഉള്ളൊരു ലിസ്റ്റ് വെച്ച് ഇതിനെ ഒരിക്കലും സ്പാൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നിനെയും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം ഇത് ബേസിസ് ആണെന്നാണ്. Proposition 2.17. If V is finite dimensional, then every linearly independent list of vectors in V with length dimension V of dimension V is a basis of capital V. ഇപ്പോൾ V എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനാണ്. അങ്ങനെയാണെങ്കിൽ എവരി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ്, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് എടുക്കുന്നു, അതിൻ്റെ ലെങ്ത്ത് ഡയമെൻഷൻ V ആണെങ്കിൽ അതിൻ്റെ അതൊരു ബേസിസ് ആക്കാം. അതൊരു ബേസിസാണ്. ഇത് ഡയമെൻഷൻ വിനോട് ഈക്വൽ ആണ് ഇതിൻ്റെ ലിസ്റ്റിൻ്റെ ലെങ്ത് എങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് അത് ഉറപ്പായിട്ടും ബേസ് ആയിരിക്കും. അല്ലെങ്കിൽ സ്പാൻ ചെയ്യുമോ അത് ബേസ് ആയിരിക്കും. ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ചെക്ക് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. സപ്പോസ് ഡയമെൻഷൻ V is equal to n. ഓക്കെ, ആൻഡ് V1 into etc. Vn ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇൻ ക്യാപിറ്റൽ V. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് എടുത്തു. ദ ലിസ്റ്റ് V1 V2 etc. Vn ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എ ബേസിസ് ഓഫ് ക്യാപിറ്റൽ V. ഓക്കെ, ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റിനെ നമുക്ക് ബേസിസ് ആക്കി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് പഠിച്ചല്ലോ. സിൻസ് എവരി ബേസിസ് ഓഫ് ക്യാപിറ്റൽ V ഹാസ് ലെങ്ത് n,
ഡയമെൻഷൻ ബി എൻ ആയതുകൊണ്ട് എല്ലാ ബേസിൻ്റെ ലെങ്ത് തന്നെയാണ്. സോ ഇൻ ദിസ് കേസ് ദ എക്സ്റ്റൻഷൻ മസ്റ്റ് ബി ട്രിവിയൽ വൺ. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് ഇതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുമല്ലേ, ഒരെണ്ണം എടുക്കുന്നു, ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു, അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിനെ ഒരെണ്ണം കൂടെ എടുത്ത് അത് ലീനിയർലി അതും, അതായത് n+1 എണ്ണം എടുത്തിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതൊരു കോൺട്രഡിക്ഷനായി. കാരണം ഇതിനകത്ത് ബേസിസിനകത്തിലെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എണ്ണമേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇത് വെച്ച് സ്പാൻ ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ചേർക്കുന്ന ഒരാൾ ഇതിൻ്റെ സ്പാനിലുള്ളതാണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാനിലും ഇല്ലെങ്കിൽ n+1 ആണ് ഇതിൻ്റെ ബേസിസ് എന്നായി പോവും. പക്ഷേ ബേസിസിൻ്റെ ലെങ്ത് n ആണ്, അതുകൊണ്ട് ഇതിൽ നിന്നൊന്നും ഇനി പുതിയതായിട്ട് ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ബേസിസ് തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. In other words, the list V1 V2 Vn is a basis of V. Consider the list 5743. Clearly this list is linearly independent since neither vector is a scalar multiple of the other. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, അത് ബേസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നൊന്നിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണോ നോക്കി, അല്ലെന്ന് മനസ്സിലാവും. ബിക്കോസ് F2 ഹാസ് ഡയമെൻഷൻ 2, F2ൻ്റെ ഡയമെൻഷൻ 2 ആണ്, Fnൻ്റെ ഡയമെൻഷൻ n ആണ്. ദ ലാസ്റ്റ് പ്രൊപ്പോസിഷൻ ഇംപ്ലൈസ് ദിസ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഇതിൻ്റെ ലെങ്ത് 2 ആണ്, അതേപോലെ F2ൻ്റെ ഡയമെൻഷനും 2 ആണ്. അപ്പോൾ ഇതെന്താണ്, ഒരു ബേസിസ് ആണ്. തൊട്ട് മുമ്പുള്ള നമ്മൾ പഠിച്ച റിസൾട്ടുകൾ നോക്കിയിട്ട് അങ്ങനെ പറയാൻ കഴിയും. ഓക്കെ.